10 വർഷമായി കേരളത്തിൽ നിന്നും അന്യം നിന്ന് പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നു, SFI സംഘടന. ഇന്ന് അവറ്റകളുടെ ബഹളവും കരച്ചിലും വളരെ മുൻപന്തിയിൽ നിൽക്കുകയാണ്. അവറ്റകളുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു സുഖം. SFI-ക്കാരെ കാണുമ്പോ ലാത്തി കൊണ്ട് തല്ലണം എന്ന് തീരുമാനിച്ച കുറച്ച് പോലീസുകാരുണ്ട്. നിങ്ങളുടെയൊന്നും വീടുകൾ അമ്പിളിമാമന്റെ അരികത്തല്ല എന്നുള്ളത് പോലീസുകാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. PSC എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന സ്റ്റുഡൻസ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കടന്ന് മുട്ടിലെഴിഞ്ഞ് സമരം ചെയ്തപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടന എവിടെയായിരുന്നു? അന്ന് നിന്റെ വായിൽ പിണറായിയുടെ ആയിരുന്നു, ബാക്കി നീ പൂരിപ്പിച്ചു. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞങ്ങളുടെ ശരീരം നോവുന്നത് പോലെ തന്നെ നിങ്ങളുടെ ശരീരവും നോവും. ഞങ്ങളുടെ ചോര വരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചോരയും വരും. യൂണിഫോം ഇട്ട പോലീസുകാരെ തല്ലിയാലാണ് പോലീസിനെ തല്ലി എന്നുള്ള കേസെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലെങ്കിൽ പോലീസിനെ തല്ലി എന്ന കേസെടുക്കാനും പറ്റില്ല എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിക്കോ. ഇവൻ കാണിച്ചത് വലിയ മാസാണെന്ന് ആരും വിചാരിക്കണ്ട. ഇവന് നട്ടലുണ്ടായിരുന്നെങ്കിൽ പിണറായി ഭരിച്ച സമയത്ത് സ്റ്റുഡൻസ് തെരുവിൽ ഇറങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി ഇവൻ മുന്നിൽ നിൽക്കണമായിരുന്നു. അന്നൊന്നും ഇവൻ നിന്നില്ല. സാർ, ഞങ്ങളുടെ ജീവിതമാണ് സാർ ഈ ലിസ്റ്റ്. കരിങ്കല്ല് ചുമന്നാണ് സാർ ഈ റാങ്ക് ലിസ്റ്റ് പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്നത്. സാർ രാത്രി 1 മണി വരെ 2 മണി വരെ തലയിൽ വെള്ളം കോരി കിട്ടിയെന്ന് പഠിച്ചാണ് സാർ ഈ റാങ്ക് ലിസ്റ്റ് വന്നത്. ഇപ്പോൾ ഇവൻ കാണിച്ച ഈ പട്ടി ഷോയ്ക്ക് കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട്. അണ്ണൻ സേഫാണ്. പാലക്കാട് പോലീസുകാർക്കെതിരെ കൊലവിളി ഭീഷണി മുഴക്കിയ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. വിപിൻ, പ്രവർത്തകരായ മുഹമ്മദ് ഷാദുലി, അഭിഷേക് എന്നിവർ ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിവസം ആഹ്ലാദ പ്രകടനത്തിനിടെ UDF LDF സംഘർഷമുണ്ടായപ്പോൾ പോലീസ് ലാത്തി വീശിയതിനെതിരെയായിരുന്നു SFI നേതാവിന്റെ ഭീഷണി.